നൈസ്. ഇപ്പം ഏതാ കാലഘട്ടം? ഹലോ, നമസ്കാരം. എന്തൊക്കെയാണ്, സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം ഓഡിയോ ഭയങ്കര ശോകമായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന റൂം ഈ ഹംപിയിലുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുള്ളതുകൊണ്ട് അവർ രാത്രി കിടന്ന്, ഞാൻ രാത്രി 11 മണി വരെ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് അവർക്ക് ഉണ്ടാകലുണ്ടോ എന്ന് വെച്ചിട്ട് പെതുക്കെ സംസാരിച്ചാൽ, പക്ഷേ അത് വീഡിയോയിൽ വന്നപ്പോൾ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അതായത് അതിന് ഞാനൊരു സോറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടുന്ന് റൂം കിട്ടി. റൂം നമ്മൾ പാർക്കിംഗ് എത്തിയപ്പോൾ തന്നെ അവിടെ കുറേ ഏജൻറ്റുമാരുണ്ട്, ബ്രോക്കർമാരുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ റൂം സെറ്റ് ചെയ്ത് തന്ന്. അവിടുന്ന് ഞാൻ അന്ന് രാത്രി ഭയങ്കര ടയർഡായതുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് എങ്ങും ഇറങ്ങിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ഹംപിയുടെ വിശേഷങ്ങളാണ്. അപ്പം ഹംപിയിൽ ശരിക്കും പറഞ്ഞാൽ കാണാൻ എന്താണെന്ന് വെച്ചാൽ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ മോർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സംഭവം നൈസാട്ടോ. ഇതൊക്കെ നശിച്ചു പോകുന്നതിന് മുമ്പ് വന്ന് കണ്ടു. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പം ഇവിടെ ഈ അമ്പലത്തിലൊക്കെ പിരിവും പൈസയൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നിലനിന്ന് പോകുന്നത്. പക്ഷെ ഇതാണ്, ഈ അമ്പലം കണ്ടിട്ട് എനിക്ക് അത്ര പഴയതാണെന്ന് തോന്നുന്നില്ല. പുതിയ ഒരു ആർക്കിടെക്ചറാണ് തോന്നുന്നു. നമ്മുടെയൊക്കെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു, പരിപ്പുകാടൊക്കെ അതുപോലത്തെ സ്റ്റൈലാണ്. പക്ഷെ ബാക്കി ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ പഴയ റൂയിൻസ് കിടക്കുന്നത്. ശരി, ഇത് കണ്ടോ? ഇതൊക്കെ എനിക്കൊന്ന് ഇവിടെ കൊണ്ട് തേച്ച് വെച്ചേക്കുന്നുണ്ട്. പലയിടത്ത് കിടന്നത് പിറക്കിയെടുത്തിട്ട് കൊണ്ടുവച്ച പോലെ തോന്നുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ എനിക്കൊന്ന് പുതിയതാണെന്ന് തോന്നുന്നു, അതോ പഴയതാണോന്ന് അറിയത്തില്ല. താഴോട്ട് പഴയൊരു ശൈലിയാണ്, പക്ഷെ അതിന് മേളിലോട്ട് വരുമ്പോഴത്തേക്കിന് പുതുക്കി പണിത പോലെ തോന്നുന്നുണ്ട്. ഇതുണ്ട്, ഇതാണ് ശരിക്കുള്ള പഴയ സാധനം. നമുക്ക് കാണുമ്പോൾ അറിയാം, ഫുള്ളിങ്ങനെ ഇളകി ഫുള്ള് കല്ലിങ്ങനെ അടുക്കി വെച്ചേക്കുക. ഇതുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നത് ഹിപ്പി ഐലൻഡാണ്. ഹിപ്പി ഐലൻഡിൻ്റെ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പുഴയുടെ അക്കരയാണ്. അക്കരയ്ക്ക് നമ്മൾ ഒന്നുകിൽ ജങ്കാറ് പോലെ സർവീസിൽ പോകണമായിരുന്നു. അതിപ്പം ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്തോ ഒരു സീനായിട്ട് അവരത് ഫുള്ള് ഡിമോളിഷ് ചെയ്തിട്ടേക്കുക. അപ്പോൾ മേളിൽ നിന്ന് അമ്പലം കാണാം. അമ്പലത്തിനകത്ത് വീഡിയോഗ്രാഫിക്ക് ആകുന്നുണ്ട് 50 രൂപ അങ്ങനെ. അമ്പലത്തിനകത്ത് ഞാൻ കയറിയില്ല. കിഡിലോസ്കി ആർക്കെങ്കിലും ഹംപി കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കാണാൻ പറ്റിയ സ്ഥലം കേട്ടോ. പിന്നെ ആർക്കിയോളജിക്കൽ പഴയ ടൈപ്പ് ഇങ്ങനത്തെ ഇതിനോടൊന്നും താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. പിന്നെ ആകെ ഇവിടെ ഉള്ളത് അങ്ങനത്തെ കുറേ പാറ കൂട്ടിയിട്ടേക്കുന്ന പോലുള്ള മല. അപ്പുറത്തെ മലയൊക്കെ ഉണ്ട്, അതുപോലെ പാറ കൂടിക്കിടന്നായിരിക്കും. എന്നിട്ട് അവരത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് വലിയ എടുക്കാൻ പറ്റാത്ത പാറയൊക്കെ അവിടെ വെച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ട് കണ്ടിട്ട്. ഇതെല്ലാം അതാ അനങ്ങാതായിട്ടിരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിക്കകത്തു നിന്ന് അവർ വെള്ളം എടുത്തുകൊണ്ട് പോയി അകത്തോട്ട്. പൂജാരികളൊക്കെ താമസിക്കുന്ന സ്ഥലമായിരിക്കും, അറിയത്തില്ല. എല്ലാവരും ദൈവത്തിൻ്റെ അടുത്താണ്, ഇവിടെ ആരുമില്ല. താഴെ അമ്പലത്തിൽ നല്ല തിരക്കാണ്, പക്ഷെ ഇവിടെ അങ്ങനെ വലിയ ആളൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ പാറയുടെ മേളിലൊക്കെ ഇരിപ്പുണ്ട്. നൗ ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് മൈ വ്ളോഗിങ്. ആരുമില്ല, അതിലവിടെ കാണാൻ ക്യാമറയും പാർത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ ഇതെന്നെ സംഭവം പായൽ പിടിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഇങ്ങോട്ട് ഒഴുകി വന്നോണ്ടിരുന്ന അങ്ങനെയുണ്ടോ? എന്താ ഹോൾട്ട് വെച്ചേക്കുന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഇത് പൊട്ടിക്കാൻ നോക്കിയാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇതിലെങ്ങാണ് ഒഴുകാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും മിസ്സാക്കാൻ പറ്റത്തില്ലേ. പക്ഷേ വീഡിയോ സ്റ്റോപ്പ് ആക്കിയില്ലെങ്കിൽ കൂടുതൽ ഏരിയ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതെനിക്ക് തോന്നുന്നേ, പാറ പൊട്ടിക്കുന്ന എന്തോ ഒരു സിസ്റ്റം ആണിത്. എന്താ ചെയിൻ കയറിയ പോലും. അവിടെ വലിയ കുഴിയാണ്, ഇവിടെ ആണെങ്കിൽ ചെറിയ കുഴി. എന്നെ ഐറ്റം അറിയത്തില്ല. എന്നാലും ഈ ഒരു സ്ഥലത്തില്ലേ, അതായത് ഇതിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ആൾക്കാരൊക്കെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കി.
അവരുടെ ഇടയിൽ കൂടെ നമ്മൾ നടക്കുകയും കൂടെ ചെയ്യാവുന്ന നൈസായിരുന്നു. ഇപ്പോൾ ഉള്ളത് ഫുള്ള് ഇപ്പോഴത്തെ ആൾക്കാരല്ല ഇവിടെ. ഇതേ സ്ഥലത്ത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. ആലോചിക്കാൻ കൂടി വയ്യ. ഈ കല്ലല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ കല്ലൊക്കെ പിറക്കി തന്നെ ആയിരിക്കും ഈ ഇതെല്ലാം പണിതേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കല്ലില്ലാത്ത. ഓക്കെ, ഇതിലൊക്കെ കയറാവുന്നതാണോന്ന് ആർക്കറിയാം. ഞാൻ എന്താ ഇങ്ങെത്തി. സൺസെറ്റ് പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഇന്നലെ നമ്മൾ കറങ്ങി പോയ അവിടുത്തെ ഒരു ഹനുമാൻ ടെമ്പിളാണ്. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് കാണിച്ചില്ലായിരുന്നു. ഞാൻ വന്ന വഴി ആ റൂട്ട് കറങ്ങി വന്ന ഈ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഒരുവിധം ഈ ഹംപി ഏരിയ ഫുള്ള് കാണാൻ പറ്റുമേ. അതായത് ഇത് ജസ്റ്റ് സിമ്പിളാണ് കേട്ടോ. നടന്ന് ഫ്രീ ആണ്, കയറി നടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമേ. ഈ മലയുടെ ഈ പാറയുടെ ഒക്കെ മേളിൽ കയറി ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമില്ല, രാവിലെ അല്ലേ. സൺസെറ്റ് വ്യൂ പോയിന്റ്. എന്നാലും രാത്രി എനിക്കിത് അറിയാമെങ്കിൽ ഞാനിവിടെ വന്ന് ടൈം ലാപ്സ് ഉറപ്പായിട്ടും വെച്ചേനെ. ഇത് ശരിക്കും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹംപി ഉള്ളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പാർക്കിംഗ് ഏരിയ ഉണ്ട് റൈറ്റ് സൈഡിൽ. അവിടെ കുറേ റൂം വേണോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ അവരുടെ അവരുടെ അടുത്തുനിന്ന് റൂം എടുക്കുക, അല്ലെങ്കിൽ അവിടെ റൂം എടുക്കണമെന്നൊന്നുമില്ല. റൂം എടുത്താലും ചീപ്പായിട്ട് കിട്ടും. ചെറിയ റൂമൊക്കെ മതി. അങ്ങനെ വലിയ ഹൈ ക്ലാസ് ഒന്നും നോക്കുന്നില്ലെങ്കിൽ സുഖമായിട്ട് അവിടെ നിന്ന് റൂം എടുക്കാം. റൂം എടുത്തിട്ട് നേരെ എന്താ പറയുക, അവിടെ വണ്ടി സാധനമെല്ലാം വെച്ചിട്ട് നേരെ കുറച്ചുകൂടി മുന്നോട്ട് നടന്നിട്ട് ലെഫ്റ്റിലോട്ട് മുമ്പ് ഒരു അമ്പലമുണ്ട്. നിങ്ങൾക്കത് ആ ഒരു പോയിന്റ് നിൽക്കുമ്പോൾ, ആ പാർക്കിംഗ് ഏരിയയിലൊക്കെ നിൽക്കുമ്പം തന്നെ ആ മഞ്ഞ കളറിലുള്ളത് കാണിച്ചില്ല, അതെ ആ സംഭവമില്ലേ, അത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ലെഫ്റ്റിൽ കൂടെ മേളിലോട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ചുമ്മാ ഇങ്ങനെ കയറി പോരും, ആരും ഒന്നും ചോദിക്കത്തില്ല, എല്ലാം ഓപ്പണാണ്. ആകെ ഈ അമ്പലമൊക്കെ ആയി ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. കാരണം ഇത്രയും ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ടില്ലേ, ഈ ഏരിയ ഫുള്ളിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കുന്നതുകൊണ്ട് ദൂരെ ഇങ്ങനെ ചുമന്ന കളർ. ഞാൻ എന്നല്ല അത് അങ്ങ് ദൂരെ ആ ഏരിയയിലും കണ്ടൊരു കണ്ടെത്തി പോയി നിന്നാണ് കണ്ടേ. അതാണെങ്കിൽ ടൈം ലാപ്സിനുള്ളതില്ല. ഇതൊക്കെയാറ് ഹംപി വീഡിയോ ഇവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് പോകേണ്ട അവസ്ഥയാണല്ലോ. എനിക്കിത് എടുത്തിട്ടും തീരുന്നില്ല. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ 64-ൻ്റെ ഒരു മെമ്മറി കാർഡേ ഉള്ളേ. അപ്പം ഇത് ഫുള്ളാകുമ്പോൾ നമുക്ക് അടുത്ത മേടിച്ചുകൊണ്ടിരിക്കണം. അല്ല മീൻസ് അത് എഡിറ്റ് ചെയ്ത് തീർത്ത് എക്സ്പോർട്ട് ചെയ്ത് വെക്കണേ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് വീഡിയോസ് എടുക്കാമായിരുന്നു. ഇതിനകത്തോട്ട് പോയിട്ട് ടൈം വാർപ്പ് വീഡിയോ എടുത്ത് നോക്കാതെ. ഇതിനകത്ത് എന്താ ഉള്ളതെന്നൊരു പേടിയകത്തോട്ട് കയറാൻ. ഫുള്ളി ഇരുട്ടാ. പട്ടിയൊക്കെ ഉണ്ട്, ഓടിച്ചിട്ട് കടിക്കൂലേ. ഫുൾ അഴുക്കാ കേട്ടോ. ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. എൻ്റെ പൊന്നെ കർണാടക ഗവൺമെൻറ്. കാണുന്നുണ്ട് നിങ്ങൾ? ഞാൻ ഒരു ഗുഹയ്ക്കകത്താണ് നിൽക്കുന്നത്. ഇതെല്ലാം അവിടെ പൊളി തലയിലോട്ട് വീണ അടിയും. എന്നാ പറയണ്ടേ, എനിക്കിതിനെപ്പറ്റി ഒന്നും പറഞ്ഞാൽ അറിയത്തില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്ക്. നിങ്ങൾ വന്ന് കാണണം. ഞാൻ ഈ പറയുന്നതൊന്നും നോക്കണ്ട. നിങ്ങളെല്ലാവരും വന്ന് നിങ്ങളുടെ ഒരു ഐഡിയോളജിയിൽ കണ്ടു നോക്കണം. എന്നാലേ എനിക്കിത് മനസ്സിലാകുന്നത്. ഞാൻ എപ്പോഴും ഭയങ്കര ഏൻഷ്യൻറ്റിൻ്റെ ആ ഒരു ലെവലിലായി കാണുന്നത്. അതായത് പക്ക അന്നത്തെ കാലഘട്ടത്തിൽ എന്തായിരിക്കും ഇവിടെ ചെയ്തിരുന്നത് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പം എനിക്കറിയത്തുമില്ല അതെന്താ ചെയ്തതെന്ന്. മെയിനായിട്ട് ഇവിടെ വരുമ്പോൾ നമ്മളതിൽ ഇവിടുത്തെ ആൾക്കാരോ നോക്കുന്നില്ല. നമ്മളെങ്കിൽ ഇവിടെ വേസ്റ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും, വേസ്റ്റും കാര്യങ്ങളൊന്നും പുറത്തൊന്നും ഇടാതെ നോക്കണം കേട്ടോ. വേസ്റ്റ് ഒന്നും ഇല്ലാതെ ഇവിടെ ക്ലീനായിട്ട് എടുക്കും. എന്ത് രസമാണ് കാണാൻ. താഴോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴും അല്ല ഈ ഇടയ്ക്കോട്ടൊക്കെ കയറി കഴിയുമ്പോണ്ടല്ലോ ഫുൾ അഴുക്കാണ്. അഴുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അഴുക്ക്. ഇതുണ്ടോ ടിങ് ടിങ്, മുള്ളുണ്ട്, മുള്ള്. കള്ളിമുള്ളിച്ചെടി, ഹെവി കള്ളിമുള്ളിച്ചെടി.
ഐറ്റം കണ്ടോ? ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുന്നത്? എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയാവേ, ഇതിൻ്റെ തറയില്ല. ഇതെല്ലാം ഇല്ലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കല്ല് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തിയേക്കുക കേട്ടോ. ഇത്രയും വലിയ സാധനം അടിയിൽ ചോട്ടിലൊന്നും ഇല്ല. ഇതിലൂടെ താഴെ വീഴുമെന്ന് തോന്നുന്നു. അതുപോലെ ഇതാണ്ടോ, ഒന്നിൻ്റെ ബേസ് ഇല്ല. ഇതുണ്ട് ഇതൊക്കെ കോമഡി. ആ രീതിയിൽ ഈ സാധനം ഈ മൊത്തം വെയിറ്റും താങ്ങുന്നു. ഇത് ഒരു അലൈൻമെൻറ്റിൽ അടുക്കി വെച്ചേക്കുന്നോണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ. ഇതുണ്ടോ, அப்படியா? சரி, அப்புறம் பேர் என்ன உங்கள? சிவா. நான் சஜித். ம், சரி, அப்புறம் பார்க்கலாம். ഓക്കെ. ഇവിടെ ഇതുപോലെ ഒത്തിരി പേരെ കിട്ടും കേട്ടോ കമ്പനിക്ക്. എല്ലാവരും പല കാര്യങ്ങളും ചോദിക്കും. നമുക്ക് വേണ്ടതൊക്കെ അവരുടെ നിന്ന് മേടിക്കുക, അതിന് ഫണ്ട് കൊടുക്കുക, വേണ്ടാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ. നൈസാ. ഇതുപോലെ ഗേറ്റ് കാണാം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഈ ഗേറ്റ് ഇങ്ങനെ ഓപ്പണാ, ചുമ്മാ കയറി പോകാന്നേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് പൈസ അങ്ങനെയൊന്നും കൊടുക്കണ്ട. വെയിൽ കൂടി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം കരിഞ്ഞു പോകും. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒന്നുകിൽ നേരത്തെ വരാൻ നോക്കും രാവിലെ, അല്ലെങ്കിൽ വൈകുന്നേരമാണ് ബെസ്റ്റ്. സൺസെറ്റ് കാണാം എല്ലാം ഒന്ന് കണ്ടിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ആന ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും നമ്മൾ കച്ചവടക്കാരൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അവർ സാധനങ്ങൾ എങ്ങനെയും മേടിപ്പിക്കാൻ നോക്കും. എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. എന്നുവെച്ചാൽ ഇപ്പം ഒരാനയുണ്ടെന്ന് തോന്നുന്നു അകത്ത്. അപ്പോൾ ആനയ്ക്ക് കൊടുക്കാൻ പഴം വേണോ 10 രൂപ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നോർമലി ഉള്ള എല്ലാവരും ഉണ്ട്, യാചകരും പോലീസുകാരും എല്ലാവരും ഉണ്ട്. ഇവിടെ ഒത്തിരി അണ്ണാനുണ്ട് കേട്ടോ. അണ്ണാനെ ഒന്നും എനിക്ക് ഓടിച്ചിട്ട് ഈ ഗോപ്രം കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ക്യാമറ വ്ലോഗ് ചെയ്യാനുള്ളതല്ലേ, സൂം ചെയ്തൊന്നും പിടിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. അത്രയ്ക്ക് ക്ലാരിറ്റി കിട്ടത്തില്ല. എല്ലാവരും ചാർജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫോൺ എൻ്റെ ഓഫായി പോവാന്ന്. ഇനി പോയിട്ട് ഫോണിൽ കുത്തിയിടണം. 10 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇറങ്ങാൻ. ഇപ്പം പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയല്ല നിൽക്കുന്നു. ഞാനിവിടെ പണിയാൻ വേണ്ടി നിർത്തി കമ്പിയൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാനീ കാണിക്കുന്നത് മാത്രമല്ല കേട്ടോ ഹംപി ശരിക്കും പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഫുള്ള് വഴി ഇങ്ങനെ കിടക്കുക. അവിടെ എല്ലാം നമുക്ക് പോയിട്ട് കവർ ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലായിടത്തും ഇതുപോലെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള മോർണമെൻറ്റ്സും അങ്ങനത്തെ പഴയ കാലഘട്ടത്തിൽ 1530 BCയിലും എങ്ങാണ്ട് ഉണ്ടായിരുന്ന കുറേ ബിൽഡിങ്ങുകളാണ്. ഇവിടെ അന്നത്തെ കാലത്ത് ബീജിങ്ങിന് ശേഷം ഏറ്റവും റിച്ചസ്റ്റ് പ്ലേസ് ഇൻ വേൾഡ് ആയിരുന്നു ഇത്. അതുപോലെ ട്രേഡും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. എന്നാലും ബാക്കി സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് കാണുക. ഹിപ്പി ഐലൻഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിമോളിഷ് ചെയ്തിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഭാവിയിൽ ഹിപ്പി ഐലൻഡൊക്കെ തുറക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രോൺ ഷോട്ട് എങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിന് എവിടെന്നേലും ഒരു ഡ്രോൺ സെറ്റ് ആവുകയാണെങ്കിൽ ഞാനൊരു ഡ്രോൺ ഷോട്ട് എടുത്തിട്ട് നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ വീഡിയോ എടുത്ത് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഏരിയയും കാണണ്ടേ. അപ്പം നിങ്ങൾ നേരിട്ട് വന്നിട്ട് അതിൻ്റെ ഫീലിൽ മനസ്സിലാക്കി കാണുക.
ഇപ്പം നമ്മൾ ഞാൻ താമസിച്ച റൂമായിട്ട് ഈ റൂം പോലും പഴയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അവരതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത്. ഒരു 200 രൂപ വാടകയ്ക്കാണ് ഞാനിത് എടുത്തിരുന്നത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ മാർക്കറ്റ്, അതായത് പാർക്കിംഗ് ഏരിയ. ഇവിടെ വരെ വണ്ടി വരാനായിട്ട് സമ്മതിക്കില്ല, ബാക്കി നമ്മൾ നടന്നു പോകണം. പിന്നെ ചില വണ്ടിയൊക്കെ അകത്തോട്ട് കയറ്റി വിടുന്നു. ലെഫ്റ്റിൽ പാർക്കിങ്. ഇവിടെ ഈ പറയുന്ന ഈ ലെഫ്റ്റിലുള്ള ബിൽഡിങ്ങിൽ ഫുള്ള് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവന്മാർ ഫുള്ള് ഇതുപോലെ ടൂറിസ്റ്റിനെ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ബസ് വരും. ജനറമിൻ്റെ ബസ്സുണ്ട്. കൊസപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ബസ് ഓടുന്നുണ്ട്. ബസ്സിൽ വരുന്നവർക്കാണേലും ഈ ചെക്ക് ചെയ്ത് വരുന്നവർക്കാണേലും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും. പിന്നെ അല്ലാതെ ഇപ്പം നമുക്ക് ഓട്ടോ വിളിക്കാം, അങ്ങനെ എല്ലാവിധ ട്രാവൽ ഫെസിലിറ്റി അവൈലബിളാണ്. പിന്നെ ഇവിടെ ഒരു ഉൾഗ്രാമം ആയതുകൊണ്ട് ATM ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറം. അങ്ങനെയൊക്കെ കുറേ പെട്രോൾ പമ്പ്, അതുപോലെ തന്നെ പെട്രോൾ പമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് 2 പെട്രോൾ അടിക്കാനുള്ള ആ മെഷീൻ മാത്രമുള്ള ടൈപ്പ്, അങ്ങനത്തെ ചീപ്പായിട്ടുള്ള സെറ്റപ്പില്ല. ഭയങ്കര ഒരു ചെറിയൊരു ഇതാട്ടോ. പിന്നെ ഈ ഒരു ജംഗ്ഷനിൽ തന്നെ പോലീസ് ഉണ്ട്, ചെക്കിംഗ് ഉണ്ട്. എന്നെ പോലീസ് പിടിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ പറയുക. അപ്പം എന്തായാലും ഞാൻ ഇവിടം കൊണ്ട് ഹംപി വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഈ കാണുന്നില്ലേ, ഈ കാണുന്നത് ഞാൻ പറഞ്ഞതല്ലാതെ തന്നെ ഇഷ്ടം പോലുണ്ട് ഹംപിയിൽ. പല പല കാര്യങ്ങൾ കാണാനുണ്ട്, പല ടെമ്പിളുകളുണ്ട്, ഒത്തിരി മലകളുണ്ട് നമുക്ക് കയറിയിരിക്കാൻ പറ്റിയ. അപ്പം നിങ്ങളെല്ലാവരും വരുമ്പം ഈ ഏരിയകളിലെല്ലാം പോകാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്കിവിടെ സ്റ്റേ ചെയ്യാനായിട്ട്, ഒത്തിരി ടൈം സ്റ്റേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് ഹൈദരാബാദ് ഇവിടെ നിന്നാണെങ്കിൽ ഒരു 350 കിലോമീറ്ററിന് മേളിലുണ്ട്. അതും റോഡ് അത്ര നല്ലതല്ല, നല്ല ചുറ്റി ഇടവഴികളിലൂടെയൊക്കെയാണ് പോകണ്ടേ. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അല്ല ഞാനൊരു ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ടേ പോകത്തുള്ളായിരുന്നേ. അടുത്ത വീഡിയോയിൽ ഹൈദരാബാദിലോട്ട് യാത്രയും ഹൈദരാബാദിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇവിടെ ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.